ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വാനില സ്പഞ്ച് കേക്ക് തയ്യാറാക്കാം. എല്ലാ ഫാൻസി കേക്കിനും ചെയ്യാൻ പറ്റുന്ന ഒരു ബേസ് കേക്കാണിത്. 1 കിലോയുള്ള കേക്കിന് വേണ്ട കേക്ക് ബേസ് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാം. വാനില സ്പഞ്ച് കേക്ക് തയ്യാറാക്കുന്നതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 4 വലിയ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ലെവൽ ചെയ്തിട്ടുള്ള മൈദ, 3/4 കപ്പോളം പഞ്ചസാര, 1/4 കപ്പ് പശുവിൻ പാൽ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമാണ് ചേർക്കുന്നത്. 1 നുള്ള ഉപ്പ്, ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസോ എക്സ്ട്രാക്റ്റോ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു സ്പഞ്ച് കേക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ആദ്യം തന്നെ നമുക്ക് 8 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടിന് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഒരു ബേക്കിംഗ് പേപ്പറിൽ റൗണ്ട് ഷേപ്പ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. കറക്റ്റ് ആ ഒരു ടിന്നിൻ്റെ ബേസിലാണ് നമ്മളിത് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമുക്കൊരു സിസേഴ്സ് വെച്ച് ഈ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കേക്കിൽ നമ്മൾ ബേസിൽ മാത്രമാണ് ബേക്കിംഗ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത്. ടിന്നിൻ്റെ സൈഡിലൊന്നും ബേക്കിംഗ് പേപ്പർ ഒട്ടിച്ചു വെക്കുന്നില്ല. സ്പഞ്ച് കേക്ക് കറക്റ്റ് ഈ ഒരു ടിന്നിൽ സ്റ്റിക്കായിട്ടിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അലുമിനിയം പാൻ ആണെന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടി ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പീസ് ബട്ടർ വെച്ചിട്ട് ഈ ഒരു കേക്ക് ടിന്നിൻ്റെ ബേസിൽ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബേക്കിംഗ് പേപ്പർ നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഈ ഒരു ടൈമിലാണ് നമ്മൾ കേക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നത്. ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ഓരോ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ മുട്ടയുടെ വെള്ളയിൽ ഒട്ടും തന്നെ മഞ്ഞ വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ടയുടെ മഞ്ഞ നമുക്കൊരു ചെറിയ ബൗളിലേക്ക് പകർത്താം. മുട്ടയുടെ വെള്ള ഒരു ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ളൊരു വലിയ ബൗളിലേക്ക് പകർത്താം. ഇപ്പോൾ ഫ്രിഡ്ജിലാണ് മുട്ട ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ എടുത്ത് പുറത്ത് വയ്ക്കാം. അതിനുശേഷം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇലക്ട്രിക് ബീറ്ററിൽ ഒരു മീഡിയം സ്പീഡിലിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20 മിനിറ്റ് എടുക്കും നമുക്ക് കറക്റ്റ് സ്റ്റിഫ് പീക്കായിട്ട് കിട്ടാനായിട്ട്. ആദ്യം 1 മിനിറ്റ് ഇതുപോലെ മീഡിയം സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതഞ്ഞു വരും. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ടത്. പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കുറച്ചായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ കുറച്ച് പഞ്ചസാരയായിട്ട് ചേർത്ത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു സ്റ്റിഫ് പീക്ക് ആവുന്നത് വരെയാണ് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാവുന്നതിനായിട്ട് ഈ ഒരു പോർഷൻ കുറച്ച് ലെങ്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബീറ്റ് ചെയ്യുന്ന സമയത്ത് മുട്ടയുടെ വെള്ളയിൽ ചെറുതായിട്ട് ലൈൻസ് കാണാം. ഈ ഒരു സമയമാകുമ്പോൾ ബീറ്റർ നമ്മളൊന്ന് ഉയർത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സോഫ്റ്റ് പീക്ക് ആവുന്നത് കാണാം. എഗ് വൈറ്റ് ഇതുപോലെ പൊങ്ങിയിട്ട് താഴുന്നതാണ് കറക്റ്റ് സോഫ്റ്റ് പീക്ക്. ഇനി നമ്മളിത് ഹൈ സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഹൈ സ്പീഡിലിട്ടിട്ട് സ്റ്റിഫ് പീക്ക് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിഫ് പീക്ക് ആയോ എന്ന് അറിയാനായിട്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സ്റ്റിഫ് പീക്ക് ആയതിനു ശേഷം ഒത്തിരി നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. ഏകദേശം 4 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഫേം പീക്കായിട്ട് കിട്ടും. ഇനി നമ്മൾ ഹൈ സ്പീഡിലിട്ടിട്ട് 1 മിനിറ്റ് കൂടെ ബീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് സ്റ്റിഫ് പീക്കായിട്ട് കിട്ടും. നന്നായിട്ട് കുറുകി നമ്മൾ ബീറ്റ് ഒന്ന് ഉയർത്തി നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ സ്റ്റിഫ് പീക്കായിട്ട് കിട്ടും. ഇപ്പോൾ സ്റ്റിഫ് പീക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ മഞ്ഞ ഓരോന്നായി ചേർത്ത് ലോ സ്പീഡിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. അധിക നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മുട്ടയുടെ മഞ്ഞ ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി. ഇതുപോലെ ഓരോ മുട്ടയുടെ മഞ്ഞയായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം.
ഇപ്പോൾ എല്ലാ മുട്ടയുടെ മഞ്ഞയും ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം വാനില എസൻസ് കൂടി ചേർക്കാം. കറക്റ്റ് ഒരു വാനിലയുടെ ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ് വൈറ്റ് നല്ലൊരു റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഒരു അരിപ്പ വയ്ക്കാം. ഇതിലേക്ക് ലെവൽ ചെയ്തെടുത്തിട്ടുള്ള മൈദ ചേർക്കാം. മൈദ ആദ്യം അരിച്ചതിന് ശേഷമാണ് മെഷർ ചെയ്ത് ലെവൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഈ ഒരു കേക്കിന് നിർബന്ധമല്ല, ശരിക്കും ഒരു ബാക്കപ്പ് പോലെയാണ് ചേർക്കുന്നത്. മുട്ടയുടെ വെള്ള നന്നായിട്ട് പതഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കേക്ക് നമുക്ക് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഓപ്ഷണലാണ്, ഇഷ്ടമെങ്കിൽ മാത്രം ചേർക്കാം. ഇനി ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ 2 ബാച്ചായിട്ട് അരിച്ച് ചേർക്കാം. ആദ്യത്തെ ഒരു ബാച്ച് ചേർത്ത് നന്നായിട്ട് സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ സാവധാനം ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഒരു കേക്കിൻ്റെ ഫ്ലഫിനെസ് മാറാതെ സാവധാനം ഫോൾഡ് ചെയ്തെടുക്കാം. പൊങ്ങി വന്നിട്ടുള്ള മുട്ട ഒരുമിച്ച് താഴ്ന്നു പോവാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ 2 ബാച്ചായിട്ട് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ ഒരു ബൗളിൻ്റെ ബേസിൽ വന്ന് അടിഞ്ഞുകൂടും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മളിതുപോലെ ബാച്ചായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി അരിച്ച് ചേർക്കാം. വീഡിയോയിൽ കുറച്ച് സ്പീഡായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ വളരെ സാവധാനം ഈ ഒരു എഗ്ഗിൻ്റെ ഫ്ലഫിനെസ് മാറാതെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ആയിട്ടൊന്ന് യോജിച്ച് കിട്ടിയാൽ മതി. ഓവർ ബീറ്റിംഗ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ എല്ലാം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. വെറ്റ് ഇൻഗ്രീഡിയൻസ് ഡയറക്റ്റ് ആയിട്ടല്ല ചേർക്കുന്നത്. മറ്റൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ആയിരുന്നാലും മതി. 1/4 കപ്പ് പാല് കൂടി ചേർക്കാം. ഇത് ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററിൽ നമുക്ക് മിക്സ് ആക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോഴേക്കും ഇത് ഓവർ മിക്സിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കുറച്ച് ബാറ്റർ എടുത്തിട്ട് ഈ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് തിരിച്ചൊഴിച്ചതിന് ശേഷം സാവധാനം ഫോൾഡ് ചെയ്തെടുക്കാം. ബാറ്റർ ഓവർ മിക്സിങ് ആകാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഓൾട്ടർനേറ്റ് ആയിട്ട് ചേർത്ത് നമുക്ക് ഈ ഒരു ബാറ്റർ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഫോൾഡ് ചെയ്ത് നല്ലൊരു റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഓവർ ഫോൾഡിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ പകർത്താം. കേക്ക് ടിന്നിൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളമാണ് ഈ ഒരു ബാറ്റർ ഫില്ല് ചെയ്തെടുക്കേണ്ടത്. കറക്റ്റ് 8 ഇഞ്ച് കേക്ക് ടിന്നിൽ ഈ ഒരു ബാറ്റർ പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ബാറ്റർ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും വലിയ എയർ ഹോൾസ് ഉണ്ടെങ്കിൽ പോകുന്നതിനായിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ചിട്ട് 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് കൺവെക്ഷൻ മോഡിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് 35 മിനിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഈ ഒരു കേക്ക് നമുക്ക് ഓവനിൽ മാത്രമല്ല ഓവൻ ഇല്ലാതെയും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓവനില്ലാതെ തയ്യാറാക്കിയിട്ടുള്ള കേക്കിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഏകദേശം 35 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കേക്ക് കംപ്ലീറ്റ്ലി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഈ ഒരു ടിന്നിലിരുന്ന് കൂളായതിനു ശേഷം മാത്രം കേക്ക് തണുക്കാനായിട്ട് പകർത്താം. ഇപ്പോൾ ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കൊരു ബേക്കിംഗ് പേപ്പർ ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം കൂളിംഗ് റാക്കിലേക്ക് മാറ്റി കേക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. ഏറ്റവും പുറകിലുള്ള ബേക്കിംഗ് പേപ്പർ നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ഒരു ബേക്കിംഗ് പേപ്പറിലേക്ക് നന്നായിട്ട് തന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രം വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കേക്കിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് ചേർത്തത്. അപ്പോൾ ഈ ഒരു കേക്ക് ബേക്കിംഗ് പേപ്പറിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണിത്. നമുക്കിനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കംപ്ലീറ്റ്ലി കൂളായതിനു ശേഷം മാത്രം ലെയർ കട്ട് ചെയ്തെടുക്കാം.
ഇനി ഒരു കേക്ക് സ്ലൈസറോ അല്ലെങ്കിൽ ഒരു വലിയ നൈഫോ വെച്ചിട്ട് നമുക്ക് ഓരോ ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ സോഫ്റ്റും അതുപോലെ മോയിസ്റ്റുമായിട്ടുള്ളൊരു വാനില സ്പഞ്ച് കേക്കാണ്. അപ്പോൾ എല്ലാ കേക്കിനും ചെയ്യാൻ പറ്റുന്ന ഒരു ബേസ് കേക്കാണിത്. 3 ലെയറായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഷുഗർ സിറപ്പും ഫ്രോസ്റ്റിങ്ങും ഒക്കെ ചെയ്ത് വരുമ്പോൾ ഇതൊരു 1 കിലോഗ്രാം ഉള്ള ഒരു കേക്കായിട്ട് മാറും. അപ്പോൾ 3 ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ മോയിസ്റ്റും സോഫ്റ്റുമായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.